ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഓൺ നേഴ്സിംഗ് ആൻഡ് അതർ പ്രൊഫഷണൽ വേക്കൻസി. അതുപോലെ ന്യൂ വിസ ചേഞ്ചസ്, വിസ ഫീസ് ഇൻ ന്യൂസിലാൻഡ് 2020. നാട്ടിൽ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സേഫ് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ പറഞ്ഞ ആളുകൾക്ക് നാട്ടിൽ അവർ തിരിച്ചു പോയതിനു ശേഷം അവർക്ക് ഇന്റർവ്യൂ കോൾ വന്നതാണ്. അങ്ങനെ അവർ നാട്ടിൽ വെച്ചാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഹായ് എവരിവൺ, വെൽക്കം ടു എഡ്യൂട്ടീസ്. 2025 ന്യൂസിലാൻഡിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഓൺ നേഴ്സിംഗ് ആൻഡ് അതർ പ്രൊഫഷണൽ വേക്കൻസീസ് ഇൻ ന്യൂസിലാൻഡ്. ഇപ്പോഴും ജോബ് ലഭിക്കുന്നുണ്ടോ? എപ്പോഴാണ് പുതിയ ജോബ് ഓപ്പണിംഗ്സ് വരുന്നത്? ഓസ്റ്റി ആൻഡ് ഐക്യുനിൽ ന്യൂസിലാൻഡിൽ 2025 വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെ? അതുപോലെ ന്യൂ വിസ ചേഞ്ചസ്, വിസ ഫീസ് ഇൻ ന്യൂസിലാൻഡ് 2025. അതുപോലെ APC റിന്യൂവൽ പോസിബിൾ ആണോ? നാട്ടിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് വർക്ക് വിസ കിട്ടിയാൽ ഫാമിലിയെ കൊണ്ടുവരാൻ സാധിക്കുമോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തുടർന്ന് കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. 2025 ന്യൂസിലാൻഡിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുറച്ച് പ്രൊഫഷണൽസ്, അതായത് ടീച്ചേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്, ടീച്ചേഴ്സിന് അതുപോലെ മാത്തമാറ്റിക്സ്, മാത്സ്, സയൻസ് എന്നീ സബ്ജക്ട് സ്പെഷ്യലൈസ് ചെയ്തവർക്ക് ഷോർട്ട് ലിസ്റ്റിലുണ്ട് അവരുടെ പേര്. സോ അവർക്ക് ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും സിവിൽ ഫീൽഡ് അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളവർക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇമിഗ്രേഷന്റെ വെബ്സൈറ്റിൽ കയറുക, അതുപോലെ ജോബ് സീക്കിലൊക്കെ ജോബ് സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നേഴ്സിംഗിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സിംഗ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പണിങ്സ് ഉള്ള ഒരു മേഖലയാണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ന്യൂസിലാൻഡിന്റെ ഒരു സാഹചര്യം അനുസരിച്ച് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ന്യൂസിലാൻഡിൽ അവര് നേഴ്സിംഗ് റിക്രൂട്ട്മെന്റ്, ഇന്റർനാഷണൽ ക്വാളിഫൈഡ് നേഴ്സസിനായിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് അവർ നിർത്തിവെച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല ടോട്ടലി അവർ നിർത്തിയിരിക്കുകയാണ്. കാരണം ഇവിടെ ന്യൂ ഗ്രാജുവേറ്റ്സ് പഠിച്ചിറങ്ങുന്നുണ്ട്. അവർക്ക് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ നാട്ടിൽ പഠിച്ചിറങ്ങുന്നവർക്ക് പ്ലേസ്മെന്റ് കൊടുക്കണമെന്നുണ്ട്. അതുപോലെ ഇവിടെയും ഉണ്ട് അങ്ങനെ. പക്ഷെ അതുപോലും ഫില്ല് ചെയ്യാനുള്ള വേക്കൻസി ഇല്ല. പിന്നെ അതുപോലെ തന്നെ ന്യൂ ഗ്രാജുവേറ്റ്സിനെ അവർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലെവൽ 1 സാലറി കൊടുത്താൽ മതി. പക്ഷെ ഇന്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു നേഴ്സിനെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ചുള്ള ലെവൽ അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. സോ അവർ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് അവർ ന്യൂ ഗ്രാജുവേറ്റ്സിനെ പ്രിഫർ ചെയ്യും. പക്ഷെ ഇപ്പോഴും ജോബ് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വേക്കൻസികൾ ഇപ്പോഴും ഫില്ലാകുന്നുണ്ട്. ഇമിഗ്രേഷന്റെ സൈറ്റിൽ നിന്നും ഗവൺമെന്റ് സൈഡിൽ നിന്നും റിക്രൂട്ട്മെന്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും ചില വളരെ ഷോർട്ട് ആയിട്ടുള്ള സിറ്റുവേഷനുകളിൽ, എമർജൻസി സിറ്റുവേഷനിൽ അവർക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, മെന്റൽ ഹെൽത്ത്, ഡയാലിസിസ്, പാലിയേറ്റീവ് കെയർ ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ അത്രയധികം ആവശ്യമുണ്ടെങ്കിൽ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു 1-2 മാസമായിട്ട് ഒരു 3-4-5 വേക്കൻസികൾ ഫില്ലായിട്ടുണ്ട്. അങ്ങനെ നമ്മളോട് കുറച്ച് ആളുകളൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ ജോലി കിട്ടിയിരുന്നെന്ന്. അതുപോലെ നാട്ടിൽ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സേഫ് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ പറഞ്ഞ ആളുകൾക്ക് നാട്ടിൽ അവർ തിരിച്ചു പോയതിനു ശേഷം അവർക്ക് ഇന്റർവ്യൂ കോൾ വന്നതാണ്. അങ്ങനെ അവർ നാട്ടിൽ വെച്ചാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം അവർക്ക് ഓഫർ ലെറ്റർ കിട്ടി, വർക്ക് വിസ കിട്ടി. അവരിവിടെ ഇപ്പോൾ ജോബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കൂടുതലും ക്രൈസ്റ്റ് ചർച്ചിലേക്കും ഓക്ലാൻഡിലേക്കും വെല്ലിംഗ്ടണിലേക്കും ഒക്കെയാണ് വിളിച്ചത്. അതുപോലെ തന്നെ ഫാമിലിനെ കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വർക്ക് വിസ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുക സപ്പോർട്ട് ചെയ്യുമെന്ന്. പക്ഷെ നേഴ്സസിന് സപ്പോർട്ട് ചെയ്യണമെന്നാണ്. വർക്ക് വിസ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വർക്ക് വിസ കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഇമിഗ്രേഷന്റെ റിയൽമി സൈറ്റിൽ കയറി നിങ്ങളുടെ പാർട്ട്ണറിന് അല്ലെങ്കിൽ ഹസ്ബൻഡിന് പാർട്ണർഷിപ്പ് വിസ ഇടുക. അതുപോലെ കുട്ടികൾ 5 വയസ്സിൽ താഴെയാണെങ്കിൽ അവർക്ക് നമ്മൾ വിസിറ്റർ വിസയാണ് ഇടുന്നത്. കുട്ടികൾ കാരണം നമ്മൾക്ക് ഇപ്പൊ 3 വർഷത്തെ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്കും അതുപോലെ 3 വർഷത്തെ വിസിറ്റർ വിസ കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണ്, അവർക്ക് സ്റ്റഡി വിസ. അത് നിങ്ങൾ റിയൽമിയുടെ സൈറ്റിൽ കയറി, ഇമിഗ്രേഷൻ സൈറ്റിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടും. അതുപോലെ തന്നെ ഓസ്കി ആൻഡ് ഐക്യുനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ 2025? ഓസ്കി ആൻഡ് ഐക്യുൻ ശരിക്കും
ഇവർക്ക് ഹൈ വോളിയം ആപ്ലിക്കേഷൻ ആണ് ഇവർ റിസീവ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം അവർക്ക് ഫിനിഷ് ചെയ്യണം. അതുപോലെ തന്നെ അവർ പറയണത് ഒരു സ്റ്റാൻഡർഡൈസേഷന്റെ ഭാഗമായിട്ട് ഇത് ഓക്കെ ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിന്റെ സക്സസ് റേറ്റും ഫെയിലിയർ റേറ്റും ഒരു 1 മന്ത് ബാക്ക് നമ്മൾ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു സക്സസ് റേറ്റ് കുറവാണെന്നും ഫെയിലിയർ റേറ്റ് കൂടുന്നുണ്ടെന്നും. പക്ഷെ ഇപ്പോൾ നല്ല പ്രാക്ടീസ് ഒക്കെ കിട്ടി കഴിഞ്ഞു കഴിയുമ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പാസ്സാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ തന്നെ കുറച്ച് സ്റ്റുഡൻസ് നമ്മുടെ വീഡിയോ കണ്ട് പ്രാക്ടീസ് ചെയ്തവർ തന്നെ നമുക്ക് ഒരുപാട് പേര് നമ്മളെ വിളിച്ചു പറഞ്ഞിരുന്നു അവർ പാസ്സായെന്ന്. അപ്പോൾ നമ്മുടെ ഇതിനു മുമ്പത്തെ വീഡിയോ ഓസ്കിയും ഐക്യുവനും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ലിമിറ്റഡ് ആയിട്ടാണെങ്കിലും അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ വീഡിയോസ് തന്നെ രജിസ്ട്രേഡ് നേഴ്സസിന്റെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിലുള്ള ബയോഡേറ്റ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നല്ല രീതിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക കോൺഫിഡന്റ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾ ക്യാപ്പ് അല്ലെങ്കിൽ ഓസ്കി ചെയ്യാനായിട്ട് ഇവിടെ വന്ന് ഈ അക്കോമഡേഷന്റെ എമൗണ്ടും ഒന്നും നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ കറന്റ് ജോബ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആ ജോബിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ലീവ് എടുത്ത് വരിക. വന്നതിന് ശേഷം നിങ്ങൾ ഓസ്കി ചെയ്ത് അതിന് ശേഷം തിരിച്ചു പോവുക. APC ലഭിക്കുന്നുണ്ട്. APC എല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജോബ് അന്വേഷിക്കുക. സീക്ക്, അതുപോലെ തന്നെ കിവി ഹെൽത്ത് ജോബ്സ്, ഓരോ DHBയുടെ സൈറ്റ്, റെസ്റ്റ് ഹോമിന്റെ സൈറ്റുകളിലൊക്കെ കയറി നിങ്ങൾ ട്രെയിനിലൊക്കെ കയറി നിങ്ങൾ ജോലി അന്വേഷിക്കുക. അപ്പോൾ നിങ്ങൾ ടാലന്റഡ് ആണെങ്കിൽ, നിങ്ങളുടെ ബയോഡാറ്റ ഇംപ്രസീവ് ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ വിളിക്കും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. ഇനി നിങ്ങൾക്ക് ഒരു 1 ഇയറിലേക്ക് ജോലി കിട്ടിയില്ല, നിങ്ങൾക്ക് ജോബ് അതായത് APC റിന്യൂ ചെയ്യണം. APC റിന്യൂ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ നാട്ടിലാണെങ്കിൽ നിങ്ങൾ നാട്ടിലാണ്, ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ന്യൂസിലാൻഡിലാണോ അല്ല എന്ന് പറയുക. അപ്പോൾ ഒരു അടുത്ത ഓപ്ഷൻ തരും, നിങ്ങൾ അത് ഫില്ല് ചെയ്യുക. നമ്മുടെ ഒരു റിക്വയർമെന്റ്സ് അനുസരിച്ച് 3 ഇയറിൽ 480 അവേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ ജോലി റിസൈൻ ചെയ്തിട്ട് വരരുത്, നാട്ടിൽ പോയി കണ്ടിന്യൂ ചെയ്യുക. സോ അപ്പോൾ നിങ്ങൾക്ക് ഈസിയായി APC റിന്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ ജോബ് ഓപ്പണിങ്സ് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു, ഇപ്പോൾ കറന്റ് ഫ്രീസിംഗ് ആണ്. ജോബ് ഓപ്പണിങ്സ് ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻസിന്റെ ഭാഗമായിട്ട് അവർ 2 to 3 years ആണ് അവർ പറയുന്നത്. നമ്മൾ റീസെന്റ് നമ്മുടെ ക്ലിനിക്കൽ മാനേജേഴ്സുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇതിനു മുമ്പ് 18 മന്ത്സിലേക്ക് സ്റ്റോപ്പ് ചെയ്തെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഒരു 2 to 3 years എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എനഫ് സ്റ്റാഫിന് വേണ്ടിയും ബെറ്റർ പേയ്ക്ക് വേണ്ടിയും ഒക്കെ NIZD എന്ന ന്യൂസിലാൻഡ് നേഴ്സസ് ഓർഗനൈസേഷൻ ഇവിടെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ അടുത്തത് വിസകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ? ക്യാപ് നേഴ്സസിന് ശരിക്കും വിസിറ്റർ വിസ തന്നെയാണ്, സെയിം ടൈം ഫ്രെയിം ഒക്കെ തന്നെ, മാറ്റങ്ങൾ ഒന്നും തന്നെയില്ല. പിന്നെ ഇവിടെയുള്ള വിസിറ്റർ വിസ, ഫാമിലി വിസ, പേരന്റൽ വിസ, ഗ്രാൻഡ് പേരന്റ് വിസ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ ഒരു 3-4 months ബിഫോർ കുറച്ച് വിസ ചേഞ്ചസും ഫീ കൂട്ടും ഒക്കെ ചെയ്തിരുന്നു. സെയിം അത് തന്നെ കണ്ടിന്യൂ ആവുകയാണ്. പക്ഷേ മിഡ് ഓഫ് ദ 2025 കുറച്ചുകൂടി ഫീസിൽ അവര് മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് എന്ന് വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ അപ്ഡേറ്റ്സിനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും കീപ്പ് ഓൺ വാച്ചിങ്. അതുപോലെ ഇമിഗ്രേഷൻ സൈറ്റുകളും IQN വെബ്സൈറ്റുകൾ, NZNCയുടെ വെബ്സൈറ്റ് ഒക്കെ നിങ്ങൾ കീപ്പ് ഓൺ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് റീസെന്റ് അപ്ഡേറ്റ്സ് ലഭിക്കും. അതുപോലെ നമ്മുടെ വീഡിയോസ് തുടർന്ന് കാണുക. അതുപോലെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും IQN, ഓസ്കി അതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബെസ്റ്റ് വിഷസ്.